നമുക്ക് വേൾഡ് ടുഡേയിലേക്ക് പോവാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ട്. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേർണലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. 2020 ഇറാന്റെ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതു മുതൽ ട്രംപിനെ ലക്ഷ്യമിടാൻ ഇറാൻ ശ്രമിച്ചേക്കാമെന്ന് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്തിടെ അന്തരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ അനുസ്മരണ ചടങ്ങുകളിലും ട്രംപിനെ വധിക്കണമെന്ന ആഹ്വാനങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ നീക്കമെന്നാണ് ഇസ്രായേലിന്റെ കണ്ടെത്തൽ. ഇറാന്റെ വധഭീഷണിയുള്ളവരുടെ പട്ടികയിൽ താനാണ് ഒന്നാമതെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതുവരെ താൻ ഭാഗ്യവാനായിരുന്നു എന്നും എന്നാൽ ആ ഭാഗ്യം എപ്പോഴും നീണ്ടു നിൽക്കണമെന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുള്ള പുതിയൊരു ഗൂഢാലോചനയെക്കുറിച്ച് ഇസ്രായേൽ ഇന്റലിജൻസ് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിർണായക ഫോൺ സംഭാഷണം നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗൾഫ് മേഖലയിൽ അമേരിക്ക നടത്തുന്ന പുതിയ നീക്കങ്ങളെക്കുറിച്ച് ട്രംപ് നെതന്യാഹുവിനെ ധരിപ്പിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണവും ഏകോപനവും തുടരാൻ നേതാക്കൾ ധാരണയിലെത്തി. ഫോൺ സംഭാഷണത്തിനിടയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദോഗാനും അദ്ദേഹത്തിന്റെ സർക്കാരും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെതിരെ നടത്തുന്ന പ്രസ്താവനകളുടെ തീവ്രതയെക്കുറിച്ച് നെതന്യാഹു ആശങ്ക രേഖപ്പെടുത്തി. ഇതിനു പുറമെ ഇസ്രായേൽ അതിർത്തികളിൽ സുരക്ഷാ മേഖലകൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം US പ്രസിഡന്റുമായി ചർച്ച ചെയ്തു. റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ ഉപദ്വീപിലേക്കുള്ള റഷ്യൻ സൈന്യത്തിന്റെ പ്രധാന ഇന്ധന വിതരണ പാതകളെ ലക്ഷ്യമിട്ട് യുക്രൈൻ വ്യോമാക്രമണം ശക്തമാക്കുന്നു. അസോവ് കടലിൽ റഷ്യൻ കപ്പലുകൾക്ക് നേരെ യുക്രൈൻ വൻ ഡ്രോൺ ആക്രമണം നടത്തി. കടൽ വഴിയുള്ള റഷ്യൻ വിതരണ ശൃംഖലയെ തകർക്കുക എന്നതായിരുന്നു യുക്രൈന്റെ ലക്ഷ്യം. കഴിഞ്ഞ 4 ദിവസത്തിനിടെ അസോവ് കടലിൽ റഷ്യയുടെ 25ലധികം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായും അവയ്ക്ക് തീപിടിച്ചതായും യുക്രൈന്റെ ഡ്രോൺ വിഭാഗം കമാൻഡർ റോബർട്ട് ഗോവഡി അറിയിച്ചു. അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടന്ന് റഷ്യൻ സൈന്യത്തിന് ഇന്ധനം എത്തിക്കാൻ ഉപയോഗിക്കുന്ന റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റിൽപ്പെട്ട വാണിജ്യ എണ്ണ ടാങ്കറുകളാണ് ആക്രമിക്കപ്പെട്ടവയിൽ ഭൂരിഭാഗവുമെന്ന് യുക്രൈൻ സൈന്യം അവകാശപ്പെട്ടു. ആക്രമിക്കപ്പെട്ട കപ്പലുകളുടെ ആകെ എണ്ണം 36ഓളം വരുമെന്നാണ് യുക്രൈൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ചൈനയിൽ ഷൂ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 28 പേർ മരിച്ചു. ഫുജിയാൻ പ്രവിശ്യയിലെ ജിൻജയാങ് നഗരത്തിലുള്ള ഷൂ ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫാക്ടറിയിൽ സൂക്ഷിച്ചിരുന്ന പശയിലും ഷൂ നിർമ്മാണത്തിലുള്ള മറ്റ് അസംസ്കൃത വസ്തുക്കളിലും തീ പടർന്നതാണ് ദുരന്തത്തിന് കാരണമായത്. കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളിൽ ഷൂ നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഉള്ളതിനാൽ തൊഴിലാളികൾക്ക് പുറത്തിറങ്ങുന്നതിനും രക്ഷാപ്രവർത്തകർക്ക് അകത്തു കയറുന്നതിനും തടസ്സമായി. 183 രക്ഷാപ്രവർത്തകരും 35 വാഹനങ്ങളും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തരവിട്ടു. ജർമ്മനിയിൽ ഈ വർഷം കടുത്ത ചൂടിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 5120 ആയതായി പബ്ലിക് ഹെൽത്ത് ഏജൻസിയായ റോബർട്ട് കോച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. ഒരാഴ്ചയിലധികം യൂറോപ്പിനെ മുഴുവൻ സ്തംഭിപ്പിച്ച ജൂണിലെ ഉഷ്ണതരംഗത്തിനിടയിലാണ് ഈ മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത്. മരിച്ചവരിൽ ഭൂരിഭാഗവും, അതായത് ഏകദേശം 4270 പേർ 75 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവരാണ്. മരിച്ചവരിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണെന്നും RKIയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജൂൺ അവസാന വാരത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിനും മുകളിലേക്ക് ഉയർന്നിരുന്നു. ജർമ്മനിയിലെ ഭൂരിഭാഗം വീടുകളും കെട്ടിടങ്ങളും ഇത്രയും ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിച്ചവയല്ല. ജൂൺ 20 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ഫ്രാൻസ്, ബെൽജിയം, സ്പെയിൻ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലായി കടുത്ത ഉഷ്ണതരംഗം മൂലം 4700-ലധികം ആളുകൾ മരിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ. ദക്ഷിണ യൂറോപ്പിൽ ആഴ്ചകളായി തുടരുന്ന കടുത്ത ഉഷ്ണതരംഗത്തിനിടയിൽ സ്പെയിനിലുണ്ടായ ശക്തമായ കാട്ടുതീയിൽ 12 പേർ മരിച്ചു. തെക്കൻ സ്പെയിനിലെ അൽമേരിയ പ്രവിശ്യയിലുള്ള ലോസ് വെലാർഡോസ്, ബെദാർ എന്നീ പ്രദേശങ്ങളിലാണ് വൻ നാശനഷ്ടം വിതച്ചുകൊണ്ട് തീ പടർന്നു പിടിച്ചത്. അപകടത്തിൽ 6ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശക്തമായ കാറ്റും 40 ഡിഗ്രിക്ക് മുകളിലുള്ള കടുത്ത ചൂടും കാരണം വനമേഖലയിലേക്ക് തീ അതിവേഗം പടരുകയായിരുന്നു. 100ലധികം അഗ്നിശമന സേനാംഗങ്ങളും സ്പെയിനിലെ മിലിറ്ററി എമർജൻസി യൂണിറ്റും ചേർന്നാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്.
സ്പെയിന് പുറമെ ഫ്രാൻസ്, പോർച്ചുഗൽ തുടങ്ങിയ മറ്റ് ദക്ഷിണ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉഷ്ണതരംഗത്തെ തുടർന്ന് കാട്ടുതീ പടരുന്ന സാഹചര്യമാണുള്ളത്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.